മലപ്പുറം എടക്കരയിൽ തേനീച്ചയുടെ ആക്രമണത്തിൽ 3 തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ 8:30ഓടെയാണ് തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത്. കുത്തേറ്റവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എടകര പായമ്പാടം സ്വദേശികളായ കാസിം കറുകത്തോട്ടത്തിൽ, സഹോദരനായ കുഞ്ഞാലി കറുകത്തോട്ടത്തിൽ, മുത്തേടം കാരപ്പുറം മാങ്ങോട് പീടിക അബ്ബാസ് എന്നിവർക്കാണ് തേനീച്ചകളുടെ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റത്. എടക്കര ഉദരക്കുളത്ത് കമ്പിവേലിയുടെ പ്രവൃത്തി നടക്കുന്നതിനിടയിൽ രാവിലെ 8:30ഓടെയാണ് തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത്. ആദ്യം അബ്ബാസിനാണ് കുത്തേറ്റത്. ഇത് തങ്ങളോട് പറയുന്നതിനിടയിൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞാലി പറഞ്ഞു. ഒരു 8:30 മണിക്ക് പണിക്ക് എത്തുന്ന സമയത്താണ് എൻ്റെ കൂടെയുള്ള ഈച്ചങ്ങനെ ഓടിച്ചിട്ട് കുത്തുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ 3 ആൾ കുത്തി. അപ്പോൾ കുറച്ച് രണ്ടാൾക്ക് അതിൻ്റെ കുറച്ച് സീരിയസ് ആയി. നമ്മൾ കുറച്ച് കുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവിടുന്ന് തന്നെ പോകുന്നതാണ്. പിന്നെ ഇതിൽ നോക്കി കൂടി വർത്തമാനത്തിൽ ശീലത്തോട് പറയാൻ അറിയില്ല കാര്യങ്ങളൊന്നും. എങ്ങനെ രക്ഷപ്പെട്ടാണെന്ന് തൽക്കാലം ഒന്ന് ഓടി രക്ഷപ്പെട്ട് തന്നെയാണ്. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെല്ലുമ്പോഴാണ് ഇവനെ മയങ്ങിയത്. കാരണം ഈച്ച കുത്തിയിട്ട് കൈ കെട്ടി വീണപ്പോൾ ഇവനെ എടുത്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തൊട്ടടുത്ത് വണ്ടിയിട്ട് ഒരു കാറുണ്ടായിരുന്നു. അവർ എടുത്താണ്ട് പിന്നെ ഗ്രേസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് തൽക്കാലം അവിടെ തന്നെ സ്വസ്ഥത നടത്തിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതാണ്. തേനീച്ചകൾ പിന്നാലെ കൂടിയതോടെ ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിൽ മുഖത്തും ശരീരമാസകലവും കുത്തേറ്റ അബ്ബാസ് സ്ഥലത്ത് മയങ്ങി വീണു. സമീപത്തുണ്ടായിരുന്ന കാർ യാത്രക്കാരൻ ഇവരെ ആദ്യം എടക്കര സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്കും മാറ്റി. പരുന്ത് തേനീച്ചക്കൂട് ഇളക്കിയതാകാമെന്ന് ഇവർ പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് എടക്കരയിൽ തേനീച്ചയുടെ കുത്തേറ്റൊരു തൊഴിലാളി മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മലപ്പുറം.